ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകൻ ചെലവൂർ വേണു അന്തരിച്ചു. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ചികിത്സയിലായിരുന്നു. ഷിത ജഗത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിത, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, എഴുത്തുകാരൻ, അങ്ങനെ പലതരത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എന്ത് വിവരങ്ങളാണ് ലഭിക്കുന്നത്? ജിൽസി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ സ്വന്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ചെലവൂർ വേണു. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. അതിനു മുൻപ് തന്നെ വാർദ്ധക്യകാല അസുഖങ്ങൾ, മറ്റു ചില അസുഖങ്ങൾ കാരണം വലിയ രീതിയിൽ തന്നെ ഒരു മാസത്തോളമായി ചികിത്സയിലായിരുന്നു ചെലവൂർ വേണു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടാകുന്നത്. കേരളത്തിലെ ആദ്യ ഒരു മനഃശാസ്ത്ര മാഗസിൻ എന്ന് പറയാവുന്ന സൈക്കോ മനഃശാസ്ത്ര മാസികയുടെ പത്രാധിപരായിരുന്നു ചെലവൂർ വേണു. 1969 ഈ മാഗസിൻ പുറത്തിറങ്ങുന്നത്. പിന്നീട് ഈ മാഗസിൻ പൂട്ടിപ്പോവുകയും ചെയ്തിരുന്നു. വീണ്ടും മാഗസിൻ പുറത്തിറക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു ചെലവൂർ വേണു. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാഗസിൻ അതുപോലെ തന്നെ മുൻപ് ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ പ്രചാരത്തിലുള്ള ഒരു മാഗസിൻ ആയിരുന്നു. അത് വീണ്ടും പുറത്തിറക്കുമെന്നുള്ള കാര്യം ചെലവൂർ വേണു പറയുകയും ചെയ്തിരുന്നു. അതിനുള്ളൊരു നീക്കത്തിനിടയിലാണ് ഇപ്പോൾ അന്ത്യം സംഭവിക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തകൻ, എഴുത്തുകാരൻ, ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ എന്നീ വിവിധ മേഖലകളിൽ സ്വന്തമായൊരു മുദ്ര പതിപ്പിച്ച ഒരാളാണ് ചെലവൂർ വേണു. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ, അതിന്റെ അത്ര മോടിയൊന്നുമില്ലാതെ തന്നെ ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലേക്ക് നടത്തിയത് ചെലവൂർ വേണു, ആദ്യമായി കൊണ്ടുവരുന്നത് പോലും ചെലവൂർ വേണുവായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ജിൻസി, ഷിത, തിരിച്ചെത്താം. ഇപ്പോൾ നടനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ വി കെ ശ്രീരാമൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വി കെ ശ്രീരാമൻ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത, വളരെ സങ്കടകരമായ ഒരു വാർത്ത. ചെലവൂർ വേണു അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ ഉള്ള ആളുകൾക്ക്, അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ള ആളുകൾക്ക് ഒരു ഫിലിം സൊസൈറ്റി യാഥാർത്ഥ്യമാക്കുന്നതിലൊക്കെ അദ്ദേഹം വഹിച്ച പങ്ക്, ഒപ്പം തന്നെ എഴുത്തിന്റെ മേഖലകളിൽ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഇതൊക്കെ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ടല്ലേ? വേണുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പത്രപ്രവർത്തനം, അല്ലെങ്കിൽ സിനിമ, ഫിലിം സൊസൈറ്റി പ്രവർത്തനം, സാഹിത്യം, അങ്ങനെയുള്ള മേഖലകൾക്കൊക്കെ പുറത്ത് ഒരു സാംസ്കാരിക ചൈതന്യം കെടാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു പ്രധാന പ്രവർത്തനം ആയിരുന്നു. അത് കോഴിക്കോടിന്റെ ഒരു ബൗദ്ധിക മേഖലയിലുള്ള ചെറുപ്പക്കാരൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ വേണുവിന്റെ ഈ സൈക്കോയിൽ എത്തിച്ചേരാറുണ്ട്. അപ്പൊ പത്രപ്രവർത്തനത്തെക്കാളേറെ, അല്ലെങ്കിൽ ഒരു മാഗസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കാൾ ഏറെ അവിടെയുള്ള പല തരത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ, പലതരം രാഷ്ട്രീയ അനുഭവമുള്ള ആൾക്കാർ, എന്നാലും ലെഫ്റ്റിനൊക്കെ ഒരു അപ്പർ ഹാൻഡ് ഉള്ള ഒരു സർക്കിളായിരുന്നു അത്. വളരെ ചിന്ത രവിയെ പോലുള്ള ആൾക്കാർ, നിസാർ അഹമ്മദിനെ പോലുള്ള ആൾക്കാർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ, പവിത്രനെ പോലുള്ള ആൾക്കാർ. പവിത്രന്റെയൊക്കെ ആരോ ഒരാൾ സിനിമ ഉണ്ടാവുന്നത് തന്നെ ഈ കോഴിക്കോടൻ ബന്ധങ്ങളിൽ നിന്നാണ്. അതുപോലെ രവിയുടെ ഹരിജൻ, ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മള്, ഇങ്ങനെ പലതരത്തിലുള്ള സിനിമയുടെ, പുതിയ സിനിമയുടെ ഒരു മൂവ്മെന്റ് ഒക്കെ വേണമെങ്കിൽ ഈ വേണുവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഉണ്ടായതാണ്. വേണു അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഗുണഭോക്താവുക, ഞാനാണ് ഇതിന്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, അങ്ങനെയൊന്നുമല്ല. വേണു ആയിരുന്നു അതിന്റെ ഒരു കേന്ദ്ര ബിന്ദു. വേണുവിന് ചുറ്റുമാണ് ഈ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ വളർന്നതും തളിർത്തതും പൂത്തതും കായ്ച്ചതും ഒക്കെ. അപ്പൊ വേണുവിന്റെ ഒരു നഷ്ടം, അല്ലെങ്കിൽ വേണു ഇപ്പൊ കുറച്ചു കാലമായിട്ടൊക്കെ സുഖമില്ലാതിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് നമ്മളൊക്കെ അറിഞ്ഞ, അല്ലെങ്കിൽ അറിയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴിക്കോടൻ സാംസ്കാരിക പ്രസ്ഥാനം തന്നെ ഇല്ലാതെ ആയിപ്പോയ ഒരു ഫീലിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത്. തീർച്ചയായും താങ്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വിടവ്, അത് നികത്താൻ കഴിയാത്ത വലിയൊരു ശൂന്യതയായി നിലനിൽക്കുന്നു. കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ചെലവൂർ വേണുവിന്റെ അന്ത്യവാർത്ത കൂടിയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പുറത്തുവരുന്നത്. വിവരങ്ങളാണ് ഷിത ജഗത്ത് നൽകിയത്. ഇനി എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.